മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനം ശക്തമാക്കുകയാണ് UDF. പിണറായി വിജയനെതിരെ സംഘപരിവാർ ബന്ധം ആരോപിക്കുക എന്ന തന്ത്രപരമായ നീക്കമാണ് UDF സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിമർശനവുമായി പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. പാണക്കാട് തങ്ങൾക്കെതിരെ പിണറായിയുടെ പരാമർശം പൊളിറ്റിക്കൽ അറ്റാക്ക് അല്ല, ഇടയ്ക്കിടെ ഉള്ളിലെ സംഖ്യ പുറത്തു വരുന്നതാണ് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചത്. മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയും മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിയും വിമർശനവുമായി എത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാൾ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിന് ഇപ്പോൾ ലീഗ് മുഖപത്രമായ ചന്ദ്രികയും മറുപടി നൽകിയിരിക്കുകയാണ്. പാണക്കാട് കുടുംബത്തെയും സാദിഖ് അലി ശിഹാബ് തങ്ങളെയും ലക്ഷ്യം വെക്കുന്നതിലൂടെ പിണറായി വിജയൻ സംഘപരിവാർ താൽപര്യങ്ങൾക്ക് കൈത്താങ്ങാണ് നൽകിയിരിക്കുന്നതെന്ന് ചന്ദ്രിക ആരോപിക്കുന്നു. സാമുദായിക സൗഹാർദ്ദത്തിന്റെ അംബാസിഡർ എന്ന് മലയാളക്കര വിളിച്ച പാണക്കാട് തങ്ങൾമാരുടെ യോഗ്യത അളക്കാനുള്ള പിണറായി വിജയന്റെ ശ്രമം അദ്ദേഹവും CPM-ഉം എത്തിച്ചേർന്നിട്ടുള്ള വർഗീയ ബാന്ധവത്തിന്റെ ബഹിസ്ഫുരണമായി മാത്രമേ കാണാൻ കഴിയൂ എന്നും ചന്ദ്രിക പറയുന്നു. അതേസമയം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ അതിരൂക്ഷ പരാമർശങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. മുമ്പത്തെ പാണക്കാട് തങ്ങളെ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. ഇപ്പോഴത്തെ സാദിഖ് അലി തങ്ങളെ പോലെയല്ല. സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അനുയായിയുടെ മട്ടിൽ പെരുമാറുന്ന ആളാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാലക്കാട് തിരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം. കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദത്തിന്റെ കടക്കൽ കത്തിവെക്കാനും വർഗീയ ധ്രുവീകരണത്തിനും സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്ക് ഗുണം ചെയ്യുന്ന നീക്കങ്ങളാണ് ഇടത് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തൃശൂർ പൂരം കലങ്ങിയതിലും RSS ബന്ധത്തിന്റെ പേരിൽ സംശയത്തിന്റെ നിഴൽ നിൽക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരോടുള്ള അനുഭാവപൂർണമായ സമീപനത്തിലും മുനമ്പം വിഷയം അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നതിലുമെല്ലാം ഈ സഹായഹസ്തത്തിന്റെ ലാഞ്ചനകളാണ് നിറഞ്ഞു നിൽക്കുന്നതെന്നും ചന്ദ്രിക പറയുന്നു. BJP-യുടെ ഉന്നതാധികാര സമിതി അംഗമായിരുന്ന സന്ദീപ് വാര്യർ നിബന്ധനകളില്ലാതെ മതേതര പക്ഷത്തേക്ക് കടന്നുവരികയും കൊടപ്പനയ്ക്കൽ തറവാട്ടിലെത്തി ആശീർവാദം വാങ്ങുകയും ചെയ്തപ്പോൾ മുഖ്യമന്ത്രിക്ക് അസ്വസ്ഥതയും അസഹിഷ്ണുതയും ഉണ്ടാകുന്നുവെങ്കിൽ അത് സംഘപരിവാർ ബാന്ധവത്തിന്റെ അനുകരണമല്ലാതെ മറ്റെന്താണെന്ന് പത്രം ചോദിക്കുന്നുണ്ട്. ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ സാദിഖ് അലി തങ്ങളെ വിമർശിക്കാൻ പിണറായി ഉപയോഗിച്ചത് യാദൃശ്ചികമായി കാണാനാകില്ലെന്നും പാണക്കാട് തങ്ങളെ പിണറായി അളക്കേണ്ട എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച മുഖപത്രത്തിൽ ചന്ദ്രിക പറയുന്നുണ്ട്. അതേസമയം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗും രംഗത്ത് വന്നിരുന്നു. പരാമർശം ദൗർഭാഗ്യകരവും സമൂഹം ഉൾക്കൊള്ളാത്തതുമാണെന്നാണ് ദേശീയ ജനറൽ സെക്രട്ടറിയായ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. സർക്കാരിന് ചെയ്യാൻ പറ്റാത്തത് പാണക്കാട്ടെ തങ്ങൾ ചെയ്തതിലുള്ള അസൂയയാണ് മുഖ്യമന്ത്രിക്ക്. മുനമ്പം വിഷയത്തിലടക്കം മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ സാദിഖ് അലി തങ്ങളുടെ ഇടപെടൽ ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങളുടെ ഹൃദയത്തിലാണ് പാണക്കാട് തങ്ങന്മാരുടെ സ്ഥാനമെന്നും അതിന് സർക്കാരിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തിയ ഇടതുപക്ഷം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറഞ്ഞ് ഭൂരിപക്ഷത്തിന്റെ വോട്ട് പിടിക്കാനാണ് ശ്രമിക്കുന്നത്. അവരുടെ കൂടെ നിന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പരിഹസിച്ചു. രാഷ്ട്രീയ പ്രക്ഷുബ്ധതയുടെ കാലത്ത് ശിഹാബ് തങ്ങൾ എടുത്ത അതേ നിലപാട് തന്നെയാണ് സാദിഖ് അലി തങ്ങളും സ്വീകരിക്കുന്നത്. മുനമ്പം വിഷയം കത്താതിരിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് അദ്ദേഹമാണ്. എന്നാൽ പ്രശ്നം അവസാനിക്കരുതെന്ന BJP-യുടെ നയം തന്നെയാണ് CPM-നുമുള്ളത്. രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന CPM നിലപാടിന്റെ ഭാഗമാണിത്. ഗതികേടിന്റെ അറ്റമാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തോടെ UDF ആണ് വിജയിക്കാൻ പോകുന്നതെന്ന പ്രതീതി മണ്ഡലത്തിലുണ്ടായി. ഇത് മതേതര വിശ്വാസികളുടെ വോട്ട് UDF-ന് അനുകൂലമായി ഏകീകരിക്കുമെന്ന ഭയത്തിലാണ് ഇത്തരം പ്രസ്താവനകൾ. സന്ദീപ് BJP വിട്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നതിനെ CPM സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ ഇടതുപക്ഷത്താണ് കൂട്ടക്കരച്ചിലുയരുന്നത്. സന്ദീപ് വാര്യർ പാണക്കാട്ട് വന്നത് നല്ല സന്ദേശമാണ് നൽകുകയെന്നും അതിന് അനുകൂല സ്വാധീനമുണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു.